വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു അടിപൊളി ചാലഞ്ച് ചെയ്തിരിക്കുകയാണ്. ലൗഡസ്റ്റ് ക്രഞ്ച് ഫുഡ് ചാലഞ്ച്. അതായത് ഗയ്സ് നമ്മൾ ഇന്നത്തെ കോമ്പറ്റീഷൻ ഐറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരുടെ കയ്യിൽ ഓരോ ഫുഡുകൾ ഉണ്ടാവും. ആ ഫുഡുകൾ നമ്മൾ കടിച്ചിട്ട് അതിൽ ഏറ്റവും കൂടുതൽ ക്രഞ്ചി സൗണ്ട് ആരുടെ ഫുഡിനാണ് കിട്ടുന്നത് അവരായിരിക്കും ഗയ്സ് ഇന്നത്തെ വിന്നർ ആയിട്ട് വരുന്നത്. അതെ ഗയ്സ്, ഞങ്ങൾ ഓരോരുത്തരും 5 എണ്ണം വീതം നല്ല ക്രിസ്പിയും ക്രഞ്ചിയും ലൗഡും ആയിട്ടുള്ള ഫുഡുകൾ കണ്ടുവച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല എന്തൊക്കെ കണ്ടുവച്ചിട്ടുള്ളത്. ചിലപ്പോ ഒരേപോലെ ആയി പോവാം, ചിലപ്പോ ഇവര് ഭയങ്കര പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നായിട്ട് തോന്നുന്നത്. കാരണം കുറെ സമയം എടുത്തിട്ടുണ്ട്. അതെ, കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നു കാണിക്കാൻ പറ്റൂല. അപ്പൊ ഓരോ റൗണ്ടിലും നമ്മുടെ കയ്യിലുള്ള ഓരോ സാധനങ്ങൾ വീതം ഇപ്പൊ ഞാനും അഞ്ചിയും ഷാമി എടുത്ത് ഫ്രണ്ടിൽ വെക്കും. ആ 3 സാധനങ്ങളിൽ ഏറ്റവും കൂടുതൽ ക്രഞ്ചി സൗണ്ട് ഏത് സാധനത്തിനാണോ ഉള്ളത് ആ ആളായിരിക്കും ജയിക്കാൻ പോകുന്നത്. അതായത് ആര് കടിക്കാണോ ഏറ്റവും കൂടുതൽ സൗണ്ട് വരുന്നത് അവരായിരിക്കും വിന്നർ ആയിരിക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് റൗണ്ടിലേക്ക് കടന്നാലോ? സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. മൊത്തം ഈലുണ്ട്. ഈല് ഞാൻ 5ൽ കൂടുതൽ സാധനങ്ങൾ കരുതിയിട്ടുണ്ട്. കാര്യം അഥവാ ഏതെങ്കിലും റൗണ്ടിൽ ഇവര് ഭീകരമായ സാധനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാല് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിട്ട് സ്റ്റോക്ക് ചെയ്ത് അങ്ങനെ വെച്ചതിന് ശേഷമല്ല, റൗണ്ടിനനുസരിച്ച് ഇവര് രണ്ടാളും എന്തൊക്കെ പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ റെഡിമെയ്ഡ് സാധനം വാങ്ങിച്ചു ഉണ്ടാക്കിയ പാനളൊക്കെ ഞാൻ ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. ക്രിസ്പി എടുത്തു വെക്കേണ്ടത്. റൗണ്ടിലോട്ടുള്ള ഫുഡ് എടുത്ത് വെച്ചോ. അങ്ങോട്ട് നോക്കല്ലേ, ഇങ്ങോട്ട് നോക്കിയതേ ഏതായതാണ് പുറത്തെടുക്കപ്പോ. എടുക്കട്ടെ? റെഡി അല്ലേ എല്ലാരും? 3, 2, 1 go. കൊണ്ടുവന്നിട്ടുള്ളത് ഈ മറ്റേ പഫ്സിന്റെ ആ പേസ്ട്രി ഇല്ലേ? പഫ്സിന്റെ മറ്റേ മേലുള്ള ഇങ്ങനെ ക്രഞ്ചി ആയിട്ടുള്ള അതാണ് ഗൈസ്. അത് ഞാൻ വീട്ടിൽ നിന്ന് സെറ്റാക്കി കൊണ്ടുവന്നത്. അത് ഉണ്ടാക്കി കൊണ്ടുവന്നതാ. ഇത് ഉണ്ടാക്കി കൊണ്ടുവന്ന കാര്യം. അല്ലാതെ കിട്ടുമ്പോ ചിലപ്പോ ഇങ്ങനെ സോഫ്റ്റ് ആയി പോലെ. അപ്പൊ ഞാൻ തന്നെ വാങ്ങി സെറ്റാക്കി വെച്ചതാ ഗൈസ്. ഞാൻ വാങ്ങിയത് നാച്ചോസ് ആണ്. ഇത് എന്റെ ഒരു അഭിപ്രായത്തില് നല്ല കട്ടിയുള്ളതായതുകൊണ്ട് തന്നെ കടിക്കുന്ന സമയത്ത് നല്ല ക്രിസ്പിനെസ് ഉണ്ടാവും. ഞാൻ വാങ്ങിയത് ഗീ മുറുക്കാണ് ഗൈസ്. ഇത് അത്യാവശ്യം ഉണ്ടോ? കട്ടിയുള്ള മുറുക്ക്. ആരാദ്യം കഴിക്കുന്ന എനിക്ക് പേടി വന്നു. ഒപ്പരം കഴിക്കണോ? കേക്കണ്ടോ? ശ്രീ തുടങ്ങിയോ? അതല്ലല്ലോ ശ്രീൻ്റെതാ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഒറ്റ ബൈറ്റേ ഉണ്ടാവുള്ളൂ. ഒറ്റ വൈറ്റുണ്ട്. ബൈറ്റിൽ ഏറ്റവും ശബ്ദം ആരുടെയാണോ ഓരോക്കും ജയിക്കാം. ഓക്കെ, ASMR ആയിരിക്കും ഗൈസ്. കടിയാൻ പോണേ. കടിക്കാൻ പോണേ കേട്ടോളി. എന്താ പറയാ, പൊട്ടിത്തകരുന്ന സൗണ്ട് ഞങ്ങൾക്ക് അത്ര കിട്ടിയില്ല. ഓക്കെ, ഇനി ഷാമി അടുത്തത്. ഇത്രക്ക് വീരവാദം പഴക്കിയിട്ട് എന്റെ സൗണ്ട് എന്താണാവോ? ഇത് ഭയങ്കര നൈസാട്ടോ. കുറച്ച് കട്ടിയുള്ളല്ലോ. അതല്ല വന്നത്. ഞാൻ ഈ ഒരു സാധനം സെലക്ട് ചെയ്തിട്ട് ബാക്കിയൊക്കെ അതിൽ പൊടിഞ്ഞടക്കണേ. ആരും വിട്ടരുന്നുണ്ടോ? കടിക്ക്. ഇനി ഞാനാണ്. ഈശ്വര സൗണ്ട് ഒന്നും ഉണ്ടാവില്ല. ഇനി കഞ്ചേരി കൈ വിറക്കുന്നുണ്ടോ? കടിക്കട്ടെ? കൊണ്ടുവരേ? എനിക്ക് ടെൻഷനാണ്. സൗണ്ട് കേക്കില്ല. സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അടിയുടെ സൗണ്ട് ഉണ്ടോന്ന് ഞങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. തല്ലു പറഞ്ഞോ? 5 എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല ഈ സാധനത്തിനോട് ഇത്രയും സൗണ്ട് വരുന്നത്. പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന സാധനം എന്താ അറിയോ? ഞാൻ അങ്ങനെ കൊറേ ഇരുന്ന് തപ്പി. അപ്പൊ എനിക്ക് പേസ്റ്റ് കിട്ടി. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു, ഇതിപ്പം ഇതിനെ മറ്റേ പഫ് പേസ്ട്രി എന്ന് പറയാം. അപ്പൊ ഞാൻ അങ്ങനെ കൊറേ ഇരുന്ന് ആലോചിച്ചു, ഇതിപ്പോ ഇങ്ങനെ പാനിലൊന്നും വെച്ചാവൂല. പിന്നെ ഏച്ചിന്റെ അടുത്ത് പോയിട്ട് അവനിൽ വെക്കാന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാന് ഒരു പ്രാവശ്യം അതായി, അത് കരിഞ്ഞ് വല്ലതും കൂടി പുകഞ്ഞ് വൃത്തികേടായി. ഇത് രണ്ടാമതാക്കി ഇതുപോലത്തെ ഒന്നും കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. 2 എണ്ണം വീതം കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഇത് റെഡിയാക്കി എടുത്താ ഗൈസ്. ഇതുണ്ടോ?
ഇത് ഇങ്ങനെയാണെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെ ഞാൻ ആക്കി നോക്കിയതാണ്. അങ്ങനെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ എങ്ങനെയാണ് ഇവരെ അറിയിക്കാണ് പ്രതീക്ഷിക്കാതെ ഞാനൊന്ന് ട്രയൽ നടത്തി രക്ഷപ്പെട്ടു. ഈ റൗണ്ടിൽ ഞാൻ ഇതിനെ രക്ഷിക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ എന്റെ പല്ലും എനിക്ക് ഇതോടെ കൂടി എന്റെ കോൺഫിഡൻസ് കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട് ഗൈസ്. ഇതിലിപ്പോ ഞാൻ ഏതാ സെലക്ട് ചെയ്യാ? പ്ലേറ്റ് വേണം. പ്ലേറ്റിലൊക്കെ സാധനം ഉണ്ടല്ലേ. ഓക്കെ ഇത് റെഡിയാണ് ഗൈസ്. ഞാനും നോക്കട്ടെ. അത് ഞാൻ ഇതിലേക്ക് തന്നെ വെക്കുക. ഓക്കെ, ഇന്റേതും ഞാൻ സെലക്ട് ചെയ്തു. റെഡി റെഡി ഉണ്ടാക്കി കൊണ്ടുവന്ന പ്ലേറ്റ് ആണത്. എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾ കണ്ടിറക്കണം, എന്നാലും എനിക്ക് പുറത്തേക്ക് എടുത്തേക്കാൻ പറ്റുള്ളൂ. അല്ല, അപ്പൊ ഞങ്ങൾ കണ്ണു നോക്കുമ്പോ ഞങ്ങളെ സാധനം പുറത്തേക്ക് കാണിക്കാം അല്ലേ? ഓക്കെ ഓക്കെ ഞാൻ പൊട്ടി ചാലഞ്ച് മൊത്തം ഞാൻ പൊട്ടി. ഇതൊരു കാഴ്ചക്ക് ഞാൻ എത്ര ആക്കിയത് കേട്ടോ. ഹാർഡ് സാധനം തോന്നല്ലോ. എനിക്ക് മനസ്സിലായി. ഉണ്ടാക്കിയ സാധനം എത്ര ക്രിസ്പി ആയിട്ട്. ഷാമിക്ക് ഇഷ്ടമുള്ള സാധനം തോന്നുന്നത്. സാധനത്തിന്റെ തലയിൽ പോയില്ല. റെഡി 2 1 ഗോ. അത് ജയിക്കും, ഉറപ്പായിട്ട് അത് ജയിക്കും ഗൈസ്. അതെനിക്ക് അറിഞ്ഞൂടാ, കാരണം എന്താ സൗണ്ട് ഇതിൽ ഉണ്ടാവാൻ പോണെന്നുള്ള എനിക്ക് അറിയില്ല. എന്തായാലും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ മുറുക്കാണ് ഗൈസ് വാങ്ങിയത്. ഞാൻ കോൺഫ്ലെക്സ് ആ ഗൈസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഞാനില്ലേ മുറുക്കാകുമ്പോ നല്ല കട്ടി ഉണ്ടാവുമല്ലോ, അപ്പൊ അതിൽ കടിക്കുമ്പോ നല്ല. അത് പക്ഷെ നേരത്തെ റൗണ്ട് ശ്രീന്റെ ആ ഒരു ടൈപ്പ് ആണ് നമുക്കൊരു ടെൻഷൻ അല്ലേ? ഇത്തവണ ഞാൻ ആരും കഴിക്കില്ല, എനിക്ക് മതിയായി. തുടങ്ങിക്കോ. എന്നാ ഞാൻ തുടങ്ങാം. അങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, കടിക്കുമ്പോ സൗണ്ട് വേണം. ഓക്കെ, പോരാ, ഞങ്ങൾക്ക് എന്റെ സൗണ്ട് മര്യാദക്ക് കേൾക്കുന്നില്ല. സൗണ്ട് ഉണ്ട്, ഒരു സോഫ്റ്റ് വരുന്നുണ്ട്. നേരത്തെ ഞാൻ നാച്ചുറൽസ് കഴിച്ച പോലെ ഒരു സോഫ്റ്റ് സൗണ്ട് ആവും. ചെറുതായി പോയി. ഇനി അടുത്ത് ഞാൻ മുറുക്ക് കഴിക്കാം ഗൈസ്. ഞാൻ മൈക്ക് വരെ ആരെങ്കിലും യൂസ് ചെയ്യാം, കാരണം അത് ക്യാമറയിൽ കണക്റ്റഡ് ആണ്, അപ്പൊ അതിനേക്ക് സൗണ്ട് കൂടുതൽ. വിടല്ല സൈലൻസ്. ആ സൗണ്ട് ഉണ്ട്. ഇതായിട്ടാണ് എന്റെ കോമ്പറ്റീഷൻ വരുന്നത്. സംശയത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് മറ്റേ ഡൈനോസറൊക്കെ തിന്നുന്ന പോലത്തെ സൗണ്ട് ഉണ്ട്, അത്രയും വലിയ സൗണ്ട്. ആ ഒരു കടിക്കിന്റെ 2-3 ബൈറ്റില്ല, പിന്നെ അത് അലിഞ്ഞു പോയി. പിന്നില്ല, ഇതിപ്പോ സോഫ്റ്റ് കണ്ടോ? ഒന്നുമില്ല, ഒന്നും കേൾക്കില്ല. ഒന്നും ചെക്ക് ചെയ്യണോ വെറുതെ? കടിച്ചു നോക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ സെക്കൻഡ് റൗണ്ടിൽ ശ്രീ വിജയിച്ചു. പ്രകമ്പനം കൊള്ളുന്ന സൗണ്ട് കേട്ടതിന് ശ്രീ വന്നത്. അതെ, നല്ല സൗണ്ട് ഉണ്ടാവും. അതായത് നല്ലൊരു സൗണ്ട് ആയിരിക്കും വിചാരിച്ചിട്ട്, ക്രിസ്പി ആയിട്ട് ഉണ്ടാവും വിചാരിച്ചു. പക്ഷെ ഞാൻ വിചാരിച്ചതോട് വന്നില്ല. നമുക്ക് മൂന്നാമത്തെ റൗണ്ടിലേക്ക് കടക്കാം. മൂന്നാമത്തെ റൗണ്ടിൽ ആരൊക്കെ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടിട്ടാ വന്നെന്നുള്ളത് നോക്കാം. ഞാൻ എന്റെ സാധനം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഭദ്രമായിട്ട് ഈ ബൗളിന്റെ ഉള്ളിൽ വെച്ചാ. ഈ സാധനം അവിടെ ഉണ്ട്. ഞാൻ കണ്ടില്ല, ഇല്ല, കാണാൻ പറ്റൂല. നോക്കി പക്ഷേ കണ്ടില്ല. ഓക്കെ, നിങ്ങൾ കണ്ടിറക്കി ഞാൻ സാധനം എടുത്ത് പുറത്ത് വെച്ച് വെക്കാൻ പോവാണ്. എന്തോ പൊരിച്ചതോ കരിച്ചതോ ആണ്. ഞാൻ പുറത്ത് വെക്കാൻ പോവാണ്. ഞാൻ ചെറിയൊരു പ്രിപ്പറേഷൻ ചെയ്തു. ചെറിയൊരു പപ്പടയ്ക്കും കഴിഞ്ഞോ? ഓക്കെ, മണം അങ്ങനെ ഒരു മണം തറയില്ലേ? 3 2 1 ഗോ. പപ്പടം എല്ലാവരും എടുക്കുന്നുള്ള എനിക്കറിയാം, അതുകൊണ്ട് ഇത് ചക്ക പപ്പടമാണ്. പപ്പടം അല്ല ഗൈസ്, ഇത് 2 വെറൈറ്റി പപ്പടം കൊണ്ടാ വന്നിട്ടുള്ളത്. നമ്മള് നോർമൽ കേരള പപ്പടം. ഇതെന്താ നിങ്ങൾക്ക് അറിയോ? മനസ്സിലായി അല്ല, ബ്രെഡ് ടോസ്റ്റ് പറയുമ്പോ ബ്രെഡ് റസ്ക് എന്ന് വേണേ പറയാം. അത്രയും കട്ട് ചെയ്തോ, ഇത്രയും കട്ടുള്ള സാധനം വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളായിട്ടാണ്
വന്നത്. അതെ നല്ലോണം ചിന്തിച്ചിട്ടുണ്ട്. ഇനി ഈ തുടങ്ങിക്കോ. കോമ്പറ്റീഷൻ ആയിട്ട് ശ്രീ വന്നിരിക്കുന്നത് ചക്കപ്പപ്പടം പോലും. ചക്ക അതെ ഇത് ജാക്ക് ഫ്രൂട്ടിന്റെ ഇതുണ്ടോ? ജാക്ക് ഫ്രൂട്ടിന്റെ പപ്പടം കണ്ടപ്പോ എനിക്ക് ഭയങ്കര ആകാംക്ഷയായി. അപ്പൊ എന്തായാലും വാങ്ങാൻ ചെയ്യാൻ വാങ്ങിയത്. ഞാൻ എന്തിനു ചലച്ചിലിരിക്കും. ഈ തുടങ്ങിക്കോ. ഓക്കെ തുറക്കട്ടെ. ഞാൻ പപ്പടം കണ്ണടച്ചിട്ട് വെറുതെ പറഞ്ഞിരുന്നു. കടിക്കാൻ പോവാണേ. നേരത്തെ ഡിനോസർ സൗണ്ടില്ലല്ലോ. അടിക്കുമ്പോ നല്ല സൗണ്ട് ഉണ്ട്. അടുത്ത ചക്കപ്പപ്പടം പോരട്ടെ. ഓക്കെ ഇത് എന്താണെന്നെനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എനിക്ക് ഒരു ആകാംക്ഷ കൊണ്ട് വാങ്ങിയത്. ഇത് സംഭവം എന്താ പറയാ, നേരത്തെ ആ സാധനത്തിന്റെ അതേ ഒരു ടൈപ്പ്. അത് കട്ടി കൂടി മറ്റേ ഉണ്ട കട്ടി കൂടി ഇനി സൗണ്ട് കുറയുമോ എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ കഴിയട്ടെ. കോമ്പറ്റീഷൻ ഇങ്ങനെയാന്ന് തോന്നുന്നത്. കോമ്പറ്റീഷൻ ആണ്. ക്യാമറ ചെക്ക് ചെയ്യണം. ഞാൻ ഒന്നുകൂടെ കളിക്കണോ വിളക്ക്? വേണ്ട, ഇനി ഞാൻ കടിച്ചോളാം. ഓക്കെ ആയില്ലല്ലോ. ആ കളിയും കൂടെ തൃപ്തിയായില്ലേ? എനിക്ക് തോന്നി. ഞാൻ കടിക്കട്ടെ. ഇന്റത് നോക്കാം. പോയി സാരില്ല. സൗണ്ട് ഉണ്ടല്ലോ. സൗണ്ട് ഉണ്ട്. പക്ഷെ എനിക്കൊരു മൂന്ന് ഇനി ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് പറയാം. ഗൈസ് ഞങ്ങൾ ക്യാമറ ചെക്ക് ചെയ്ത സമയത്ത് ഇവരുടെ രണ്ടാളതും ഇഞ്ചോട് ഇഞ്ച് പോരാട്ടം. ഞങ്ങൾക്ക് തന്നെ സംശയത്തിലായി പോയി. ഞങ്ങൾ കുറെ സമയം എടുത്തത് തീരുമാനിക്കാൻ വേണ്ടിട്ട്. പക്ഷെ നേരിട്ട് കൂടുതൽ ശ്രീൻ്റെതാണ് സൗണ്ട് ഉള്ളത്. അതെ, അപ്പൊ ശ്രീയാണ് ഗൈസ് ഈ റൗണ്ടിൽ ബുദ്ധിപരമായ ഒരു സാധനം കൊണ്ടുവന്നായിരുന്നു. വലിയ കുഴപ്പമില്ല, നാളെ കെടുത്തില്ല. പക്ഷെ അഞ്ചിന്റെ ഇത്ര സൗണ്ട് കേൾക്കുന്നു ഞാൻ വിചാരിച്ചില്ല. ആണല്ലേ? ഇതെന്താ സംഭവം, ഞാൻ വെറുതെ ട്രൈ ചെയ്ത് നോക്കിയതാ. ഈ മറ്റേ എന്താ ഗീ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ മുരിച്ചിട്ടോ, ഇതങ്ങനെ ശരിക്കും മുരിഞ്ഞു വന്ന് തിന്നു. നല്ല ടേസ്റ്റ്. എങ്ങനെയുണ്ട്? ഒരു ഞാൻ പറയട്ടെ, ഇങ്ങനെ നമ്മൾ ഈ അവിടെ ഇവിടെയും എന്താ പറയാ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോ ഒരു സ്വീറ്റിന്റെ കടയിലൊക്കെ കേറിയിട്ടുള്ള ആ ഒരു നെയ്യിന്റെ മണവും ആ ഒരു ടേസ്റ്റ് ഒക്കെ ചക്കപ്പപ്പടം എനിക്ക് വലിയ താല്പര്യമില്ല. സ്വീറ്റ്നെസ് ഉള്ള പപ്പടമാണ് ചക്കപ്പപ്പടം. ഞാൻ തിന്നോട്ടെ. ഞാൻ ഇതൊരു ചക്കപ്പപ്പടം തിന്നില്ല. കുഞ്ഞു മധുരമില്ല, കുറച്ച് മധുരമായിട്ടുള്ള പപ്പടം. നല്ല വെറൈറ്റി, ഇതുവരെ ആരും കാണാത്തൊരു വെറൈറ്റി. അതെ അതെ, ഞാനും അതേപോലെ തന്നെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഇന്ന് വരെ കേരളത്തിൽ ആരും ട്രൈ ചെയ്യാത്തൊരു സാധനമാണ് ഞാനും കണ്ടു. സാധാരണയായിട്ടുള്ള ഒരു സാധനമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി ഞാനും ഒന്നാണെങ്കിൽ തീർന്നിട്ടോ ഷാമി. എനിക്ക് തോന്നുന്നു ഒന്നാണ് കൂട്ടത്തില്. അടിപൊളി. ഒന്നല്ല അച്ചപ്പം, ഇത് മറ്റേ കപ്പ ചിപ്സ്, ഇത് മറ്റേ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം ഇങ്ങനെ ഇങ്ങനത്തെ ടൈപ്പുകളാണല്ലോ എടുത്തോണ്ട് ഇങ്ങനെ എന്താ പറയാ ക്രഞ്ചി ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇത് ചീസിയാ ശ്രീ. ഇതിനങ്ങനെ ശബ്ദം വരില്ല. ഇതില് ലൈറ്റ് സൗണ്ട് അല്ലേ ഉണ്ടാവുള്ളൂ. സൗണ്ട് ഉണ്ടാവുള്ളൂ. ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഓക്കെ നോക്കാം. കുത്തും ഞാൻ കണ്ടില്ലേ. കഴിക്കട്ടെ. അയ്യോ, സൗണ്ട് ഉണ്ടാവുള്ളൂ. ചീസി സാധനങ്ങളൊക്കെ ഇങ്ങനെ ഷൂ എന്നുള്ള സൗണ്ട് അലിഞ്ഞു പോവും. അപ്പൊ നമുക്ക് അടുത്തത് കപ്പ ചിപ്സ് നോക്കാം ഗൈസ്. തിന്നട്ടെ. വലിയ കുഴപ്പമില്ലാത്ത സൗണ്ട്. ശബ്ദം ഇല്ലല്ലോ അല്ലേ. ഞാൻ അച്ചപ്പെടുക്കണം എന്ന് വിചാരിച്ചു. ഞാനും വിചാരിച്ചു. നിങ്ങൾ ആരും എടുക്കുവോ? ഞാൻ എടുക്കും. അതുകൊണ്ടല്ലേ ഞാനും എടുത്തില്ല. കൊള്ളാം. അടിക്കാൻ പറ്റുന്ന നീസ് നോക്കുക. കുറച്ച് ബുദ്ധിമുട്ടാണ്. അതെ, ഇത് നമ്മൾ ക്യാമറ ചെക്ക് ചെയ്തിട്ടേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഗൈസ്. ഇത് എനിക്ക് തോന്നുന്നു ഇത് രണ്ടും ഏകദേശം ഒരേ സൗണ്ട് പോലെ. ഞാൻ ശബ്ദം കേട്ടൊരു കാര്യമില്ല. അതെ, ഇത് ഡെസിബൽ വെച്ചിട്ട് വരെ ഏകദേശം സെയിം സൗണ്ട് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്.
ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ഈ റൗണ്ടിന്റെ കാര്യത്തിൽ ഞങ്ങളൊരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. കാരണം എന്താന്ന് വെച്ചാല് ഒരു തീരുമാനം ഇല്ലാത്തതാണ് ഞങ്ങൾ തീരുമാനം. ഇവർ രണ്ടുപേരും ഭീകരന്മാരാണ്. കാരണം എന്താന്ന് വെച്ചാല് ഒരേ സൗണ്ട് ഒരേ ടോണ് എനിക്ക് തോന്നുന്നു ഒരേ ഒരേപോലെയുള്ള രീതിയിലാണ് രണ്ടുപേരും ഇത് കഴിച്ചിരിക്കുന്നത്. അതെ, ഞങ്ങൾക്ക് ഒരു തരത്തിൽ അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെവിയിലൊന്ന് എന്താ പറയാ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പം രണ്ടുപേർക്കും ഓരോ പോയിന്റ് വീതം തരാം. ഓരോ പോയിന്റാ? അത് വേണോ? വേണ്ട വേണ്ട വേണ്ട. അപ്പൊ എനിക്ക് എത്ര പോയിന്റ് ആയി? രണ്ട് പോയിന്റ്. ശ്രീക്ക് 2 പോയിന്റ്. എനിക്ക് 1 പോയിന്റ് ആണ്. ജയിക്കുകയാണെങ്കിൽ എല്ലാവർക്കും സെയിം ആവും. ശ്രീ ജയിക്കുകയാണെങ്കിലോ 5 ജയിക്കുകയാണെങ്കിലോ ആണ് ഒരാളായിട്ട് ജയിക്കുക. ഓക്കെ ഓക്കെ ഇവിടെ റെഡിയാണ്. കാരണം എന്താ വെച്ചാൽ അടുത്ത റൗണ്ടിലേക്ക് വലിയ കോൺഫിഡൻസ് ഒന്നും ഇല്ല. അടുത്തതും എനിക്ക് ഭയങ്കര വെറൈറ്റി ആയിപ്പോയി. ഇനിയുണ്ടോ സാധനം? അതെന്തറിയോ, ഇത് നേരത്തെ സാധനം പോലെ തന്നെയുള്ള ഒരു സാധനമാണ്. പക്ഷെ എന്തായാലും കണ്ടല്ലോ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. പാത്രത്തിലാ കൊണ്ടുവന്നത്. അതെ, കണ്ണടച്ചോ? 3 പാത്രം ഉണ്ട് അതേപോലെ ശ്രീ. 2 പാത്രം കൂട്ടത്തിൽ തന്നെ ഇട്ടതാണ്. കണ്ണുറക്കല്ലേ? നേരത്തെ പോലത്തെ എനിക്ക് തോന്നുന്നു വട്ടവട്ട സാധനം മറ്റേ ആ കുഴലിന്റെ ചക്രം പോലത്തെ. പൊള്ളപ്പൊള്ളാന്നാ ഞാൻ പറയാ. വേറെന്തുണ്ടോ? എന്നാ കണ്ണുറന്നോട്. വെറൈറ്റി അടിപൊളി. ബിങ്കോ ആണ്. ഞാന് ഗാർലിക് ഗാർലിക് മുറുക്കാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇത് ശ്രീ ചക്രം ചക്രം ചിപ്സ് എന്താ പറയാ ആ സാധനം. ചക്രം പൊള്ള നിങ്ങളെങ്ങനെ പറയാറില്ല? പണ്ട് ചെറുപ്പത്തിൽ ഞങ്ങൾ എല്ലാരും പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിന് പൊള്ളപ്പൊള്ളാന്ന് ഇങ്ങനെ പൊള്ളി വരുന്ന സാധനം, ബബിള് പോലെ നിൽക്കുന്ന സാധനം ആയതുകൊണ്ട് ഓരങ്ങനെ പറയും. അതെ, അങ്ങനെ ഞാനെതിരെ ചക്രന്നോ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ പറയും. ചക്രം എന്നാണ് ഇങ്ങനെ പൊതുവേ പറയല്. ഫസ്റ്റ് 5 എന്ത് മുറുക്കിനും ഗാർലിക് മുറുക്ക്. ഓക്കെ, നല്ല സൗണ്ട് ഉറപ്പാ. ആ തുടക്കത്തിലേക്ക് ക്രഞ്ച് പ്രതീക്ഷിച്ചു. ചീറ്റിപ്പോയി. ഇനി പറഞ്ഞിട്ടില്ല. പ്രകമ്പനം വിചാരിച്ചു കടിച്ച കടില്ലേ അതിലിപ്പോ ഇങ്ങനെ താന്നു കൂടെ. എന്തായാലും കുഴപ്പമില്ല. അടുത്ത ഷാമി. ഞാൻ ബിങ്കോ എടുക്കട്ടെ. ഇത് കഴിഞ്ഞാൽ കഴിക്കാൻ തരണേ. വെറൈറ്റി സാധനമാണ്. എല്ലാരും സൈലന്റ് ആയിട്ടിരിക്കുക. പ്രകമ്പനം കൊള്ളിക്കാൻ പോവാണ്. ഇപ്പൊ ചെമ്പും കാണിച്ചരേ. ജസ്റ്റ് എവിടെയൊന്നും ഭൂമി കുലുങ്ങിയില്ലേ? പെട്ടെന്ന് എന്താ കുലുങ്ങിയ പോലെ ഒരു പ്രകമ്പനത്തിലേ. കുഴപ്പമില്ല. 5 out of 10 ലെന്റെ ആലോചിക്കാം. അതും കൂടെ കഴിയാട്ട് എന്നിട്ട് എന്റെ ഗാർലിക് മുറുക്കിനെക്കാളും എന്റെ ബിങ്കോയെക്കാളും ശ്രീന്റെ സൗണ്ട് ഇതൊക്കെ കിട്ടുന്ന യാതൊരു പ്രതീക്ഷയിലായിരുന്നു. വന്ന് പോയ സമയത്ത് ഞാൻ വിചാരിച്ചു അത് പൊട്ടും, ഇതെന്തായാലും ഇതിന് അത്രമാത്രം സൗണ്ട് ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. പക്ഷെ നല്ല സൗണ്ട് ഉണ്ട് അല്ലേ? നല്ല ഉറപ്പില് നല്ല സൗണ്ടിൽ വരുന്നില്ലേ? അത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ലേ. അപ്പൊ എനിക്ക് 1 പോയിന്റ്, ശ്രീക്ക് 3 പോയിന്റ്, അജിക്ക് 2 പോയിന്റ്. ശ്രീ ആണെങ്കിൽ വിന്നറായിരിക്കുന്നത്. ക്യാഷ് പ്രൈസ് എന്തെങ്കിലുണ്ടോ? മുറുക്ക് കൊടുക്കാം. എന്റെ ഞാൻ തരില്ല. ബിങ്കോ ബിങ്കോ കൊടുക്കട്ടെ. അതുകൊണ്ട് അല്ലെങ്കിൽ കൊടുക്കുന്ന കൊടുക്ക് ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു സാധനം കാക്കും. ഒരു സാധനം ഞാൻ തരാം. ക്രിസ്പി. ഓക്കെ, എനിക്ക് അറിഞ്ഞൂടാ. ഈ സാധനം മുന്നേ കണ്ടിട്ടുണ്ടെങ്കിൽ നേരെ കമന്റ് വീലും. പക്ഷേ ഇത് ഇതുവരെ പൊട്ടിച്ചിട്ടൊന്നുമില്ല. ഒന്ന് മാത്രം അവിടെ സൂക്ഷിച്ചതാ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്തായാലും ഉപകാരമായി. കാരമൽ ആണ്, വെറൈറ്റി ആണ്. കാരമൽ ചോക്കോ കാരമൽ ആണ്.
ക്രഞ്ചി ബൈറ്റ്സ് കണ്ടു, ക്രഞ്ചി ബൈറ്റ്സ് ചാലഞ്ച് വിട്ടുള്ള പരിപാടിയില്ല. പരിപാടില്ല. Gift വരെ ചാലഞ്ചിന്റെ പേര് തന്നെ കൊടുത്താൽ സാധനം ഗിഫ്റ്റ് ആയിട്ട്. വല്ലാത്തൊരു സംഭവം തന്നെ. ഇത് നമുക്ക് ഗിഫ്റ്റ് ചാലഞ്ചിൽ ആർക്കും കിട്ടാതെ പോയ ക്രഞ്ചി ബൈറ്റ്സ് ആണ് ഗൈസ്. അത് ശ്രീക്ക് ഇപ്പൊ കിട്ടിയിരിക്കുകയാണ്. ഇന്നത്തെ ചാലഞ്ച് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ 8 നിലയിൽ പൊട്ടിയവരെ എല്ലാരും അറിയിച്ചോളൂ. വീരവാദം മുഴക്കുമ്പോഴേ തോന്നി അത് പോവാനുള്ളതാണ്. പണ്ടല്ലേ ഗൈസ്. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു വിചാരിക്കുന്നു. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ. അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതൊരു ശ്രീലക്ഷ്മി This is Shamya. signing off.